സർ, ഗാർഗിക്കെതിരെ നടന്നിട്ടുള്ള ഈ ജാതി അധിക്ഷേപത്തില് പല സ്ഥലത്തും രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ദളിതരായതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഈ ഒരു അപമാനം നേരിടേണ്ടി വന്നതും ഇപ്പോഴും ഈ ഒരു ജാതിവെറി തൊട്ടുകൂടായ്മയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാ. ശ്രീറാം സേന എന്ന തീവ്ര ഹിന്ദു നിലപാടുള്ള ഒരു സംഘടനയാണ് ഗാർഗെ പ്രസംഗിച്ച വേദിയിൽ ശുദ്ധീകരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സാംസ്കാരിക ആധ്യാത്മിക പരിപാടിക്ക് വേദി ഉപയോഗിക്കാറുള്ളൂ എന്നാണ്, അതുകൊണ്ടാണ് അവർ ശുദ്ധീകരണം നടത്തി എന്നതാണ് അവരുടെ ഒരു നിലപാടുണ്ടായിരുന്നത് ഈ ഒരു കാര്യത്തില്. എന്താണ് സർ ഇതിനൊക്കെ പറയാൻ പറ്റുന്നത്? ബി.ജെ.പിയും സംഘപരിവാരും അവര് ഇപ്പൊ തന്നെ വലിയ പ്രശ്നത്തിലാണ്. ഇപ്പൊ ഒന്നുകൂടി ഇരിക്കുന്ന കൊമ്പ് മുറിക്കാനുള്ള, പകുതി മുറിക്കാനുള്ള പരിശ്രമത്തിലാണ്. അല്ല, അത് വിശദമായി സംസാരിക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇപ്പൊ ഖാർഗെ എന്ന് പറയുന്ന അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? കഴിഞ്ഞ 10 തവണയായിട്ട് അദ്ദേഹം അവിടെ നിന്ന് MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, അതുപോലെ മറ്റു പല സ്ഥാനങ്ങളും വഹിച്ചു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ജീവിതം എന്താണെന്നുള്ളത് ഞാൻ പറയാം, അത് കേൾക്കേണ്ടതാണ് എല്ലാ പ്രേക്ഷകരും. യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചത് ഉത്തരാഖണ്ഡിലുള്ള ഹൽദ്വാനിയിൽ ഒരു രാംലീല മൈതാനത്ത് നടന്നിട്ടുള്ള ഒരു പരിപാടി. ആ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉത്തരാഖണ്ഡിൽ ഇപ്പൊ അടുത്ത തവണ ഇലക്ഷൻ വരികയാണ്, അടുത്ത കൊല്ലം. ആ ഇലക്ഷൻ വരുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഒരു പരിപാടി നടന്നു. അവിടെ ഇദ്ദേഹം വന്ന് സംസാരിച്ചു. ഇദ്ദേഹം വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ദളിതനാണ് എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ മറ്റേ തക്കട തരികട വർത്താനത്തിനൊന്നും കാര്യമില്ല. ദളിതനാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ വേഷം കെട്ട് കാണിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദു യൂണിറ്റി ഉണ്ടാക്കാനും ഐക്യം ഉണ്ടാക്കാനും നമ്മളെല്ലാം ഹിന്ദുക്കളാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഇതിനേക്കാൾ വലിയൊരു അടി കിട്ടാനുണ്ടോ? യഥാർത്ഥത്തിൽ ഇപ്പൊ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നമ്മൾ ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെയുടെ വീടെന്ന് പറയുന്നത് 1948 അവിടെ അദ്ദേഹത്തിന്റെ മല്ലികാർജുൻ ഖാർഗെ ഇപ്പൊ ബുദ്ധിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ഈ ഹൈദരാബാദ് സ്റ്റേറ്റ് ആയിരുന്നു. ഹൈദരാബാദ് സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടിരുന്നത് നിസാമാണ്. ആ നിസാമിന്റെ റാസാഗാഡ് എന്ന് പറയുന്ന അവരുടെ സേനയുണ്ട്. ആ സേന വന്ന് ഈ പറയുന്ന ദളിത് കോളനികൾ നോക്കിയിട്ട് കല്യാൺ മാർഗ് എന്ന് പറയുന്ന അവിടെ വന്നിട്ട് വീടുകൾക്ക് തീയിട്ടു. ആ വീടുകൾക്ക് തീയിട്ടതിൽപ്പെട്ടാണ് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അദ്ദേഹത്തിന് അമ്മ മരിക്കുന്നത്. മനസ്സിലായി? ആ മുത്തച്ഛൻ ഓടിപ്പോവാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ ജാതീയമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നീട് 6ാമത്തെ വയസ്സിൽ, അദ്ദേഹത്തിന്റെ 6ാമത്തെ 7ാമത്തെ വയസ്സിലാണ് സംഭവിക്കണമെന്ന് ആലോചിക്കണം. അങ്ങനെ സംഭവിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അയാളെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തത്, മറ്റേ ഉടുക്കോട്ടി പേടിപ്പിക്കാൻ നോക്കുന്നത് ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഗംഭീരമായിട്ടുള്ള പ്രസംഗമുണ്ട് പാർലമെന്റിൽ. അത് മറ്റാരും പറയാത്തതുകൊണ്ട് ഞാൻ പറയാം. ഈ വിഷയമൊക്കെ മറ്റു മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ദളിതൻ എന്ന പേരിൽ ആരുടെയും സംരക്ഷണം ഞാൻ തേടിയിട്ടില്ല ഇതുവരെ. തന്റെ പ്രസംഗത്തിന് ശേഷം വേദി ശുദ്ധമാക്കാൻ അവർ ഹോമം നടത്തി. ഇതാണോ ജനാധിപത്യത്തിന്റെ രീതി? മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ചിലർ ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. ഈ രാജ്യത്ത് ദളിതർക്ക് ഇടമില്ലാതായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ദളിത്, പിന്നോക്ക, ആദിവാസി സമൂഹങ്ങളെല്ലാം കൂടി ഹിന്ദുക്കളിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 69% വരും. 70-73% വരെ വരുമെന്നാണ് കണക്കുകൾ. ഇപ്പൊ പുതിയ സെൻസസ് വരുമ്പോ അറിയാമാക്കി. അപ്പൊ അവരെ ശരിക്കും പറഞ്ഞ് ഇതുപോലെ കാണിച്ചുകൊണ്ട് ഒരു വരേണ്യ വർഗം എന്താണ്, ഇത് നിങ്ങൾ അശുദ്ധിയാണ്, ഞങ്ങളാണ് ശുദ്ധി എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ എല്ലാം ഉള്ളിൽ ഹിറ്റ്ലറുണ്ട്. ഹിറ്റ്ലറും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. കാരണം അവരുടെ രക്തം മോശം രക്തമാണ്, അവർ മനുഷ്യരല്ല എന്നാണ്. അതായത് മനുഷ്യർ ഇപ്പോഴും ഇങ്ങനെ കാണുന്ന ഒരു സമൂഹത്തെ ഈ ജെൻസി കലാപത്തിന് ശേഷം ഇവർ പഠിച്ചില്ല. ജെൻസികൾ സൈക്കോ. പിന്നെ ഇന്ത്യയിൽ ജാതി വളരെ രൂക്ഷമായിട്ട് നിലവിലുണ്ട്. ലോകത്തുള്ള ഏത് വലിയ മോശപ്പെട്ട സിസ്റ്റത്തിനേക്കാളും വലിയ വിവേചനം നേരിടുന്നത് ഇന്ത്യയാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ജാതി അല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ കറുത്തവരും വെളുത്ത വർഗ്ഗക്കാരും എന്ന് പറഞ്ഞാൽ കറുത്തവരോട് മാത്രമേ വിവേചനമുള്ളൂ. അവർ പോരാടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയൊക്കെ പ്രസംഗമൊക്കെ അടക്കം അവർ പോരാടിയിട്ടുള്ളത് നമുക്കറിയാം. ബറാക് ഹുസൈൻ ഒബാമ പ്രസിഡന്റ് ആയതൊക്കെ നമുക്കറിയാം. അങ്ങനെ മാറ്റം ഉണ്ടാവും. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ലെയറുകളുണ്ട്. അതായത് ആദ്യം ബ്രാഹ്മണൻ, അപ്പൊ അവൻ ഏറ്റവും മുകളിൽ നിൽക്കുന്നു. അവൻ താഴെയുള്ള ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയൊക്കെ അവൻ ഇത് ചെയ്യാം. ക്ഷത്രിയനെ നേരെ വൈശ്യനെയും ശൂദ്രനെയൊക്കെ എന്ത് ചെയ്യാം? ചവിട്ടാം. മറ്റേ വൈശ്യനെയും ശൂദ്രനെ ചവിട്ടാം. നമുക്ക് എല്ലാവർക്കും കൂടി എന്ത് ചെയ്യാം? ദളിതനെ ചവിട്ടാം. കാരണം അവർ ഇതിനകത്ത് പെടുന്നില്ല. അവർക്ക് താഴെ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലെയറുകളായിട്ട് ആയതുകൊണ്ട്
ഞാൻ താങ്കൾ ഉപദ്രവിക്കുന്നു, അത് താങ്കൾ സഹിക്കുന്നു, അല്ലെങ്കിൽ താങ്കളോട് വിവേചനം കാണിക്കുന്നു, താങ്കളോട് തുല്യ പരിഗണന നൽകുന്നില്ല എന്നുള്ളത് താങ്കൾ സഹിക്കുമ്പോഴും താങ്കൾക്കും ഇതേ വികാരമുണ്ട്. ഉം. വളരെ കോംപ്ലക്സ് ആണത്. അത് ഞാൻ സൂപ്പറാണെന്നും എൻ്റെ താഴേക്കിടയിലുള്ളവൻ മോശമാണെന്നുള്ള വികാരം ഉണ്ട്. എല്ലാവരും അത് യഥാർത്ഥത്തിൽ വലിയ രൂഢമൂലമായിരിക്കുന്നു ഇന്ത്യയിൽ. കാരണം 2014 ശേഷം ഇത് യഥാർത്ഥത്തിൽ വലിയ തോതിൽ കൂടിയിരിക്കുന്നു. 1927 മാർച്ചിൽ ഡോക്ടർ BR അംബേദ്കർ മഹത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചൗദർകുളത്തിൽ വന്ന് വെള്ളമെടുക്കാൻ വിസമ്മതിച്ചതിനെതിരെ മഹത് സത്യാഗ്രഹം എന്ന് പറയുന്ന സത്യാഗ്രഹം നടക്കുന്നുണ്ട്. അതായത് അന്ന് മുതലുള്ള, അതായത് ഈ പറയുന്ന അന്ന് ഈ ഡോക്ടർ BR അംബേദ്കർ ഈ കുളത്തിൽ വന്ന് വെള്ളമെടുക്കാൻ താഴ്ന്ന ജാതിക്കാരെ സമ്മതിക്കാത്തതുകൊണ്ട്, താഴ്ന്ന ജാതിക്കാരൻ എന്നുള്ളത് തെറ്റാണ് കേട്ടാ, ഞാൻ പറഞ്ഞ നമ്മൾ സാക്കോൾഡ് അങ്ങനെ പറയണോണ്ട് പറയുന്നതാണ് ആളുകൾക്ക് മനസ്സിലാവാൻ. അപ്പൊ അങ്ങനെ സമ്മതിക്കാത്തതുകൊണ്ട് അദ്ദേഹം വന്ന് ഈ പറയുന്ന പോലെ വെള്ളമെടുത്തത് കൊണ്ട് പിന്നെ ഇവര് കൊണ്ടുവന്നിട്ട് 108 കുടങ്ങളില് ഗോമൂത്രവും ചാണകവും ഒഴിച്ചത് ക്ലീൻ ചെയ്തു. അതായത് ഒരു താഴ്ന്ന സാധാരണ ജാതിക്കാരൻ എന്ന് പറയുന്ന ആള് തൊടുന്നതിനേക്കാളും നല്ലത് ശുദ്ധി എന്ന് പറയുന്നത് ഏതിനാണ്? ഗോമൂത്രത്തിനും ചാണകത്തിനുമാണ്. ഇങ്ങനെ രൂഢമൂലമായി പോയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജീവിക്കുന്ന സമൂഹത്തിൽ ഇതിന് ശേഷം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുമുള്ള അനീതികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊന്നും നമ്മളിവിടെ കേരളത്തിൽ ഇല്ലെന്ന് വിചാരിക്കില്ല കേട്ടാ. ഇപ്പൊ പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ അല്ലേ, കേരളത്തിലൊന്നും ഇല്ലല്ലോ എന്ന് പറയും. കേരളത്തിലൊരു സംഭവം ഉണ്ട്. അതായത് കേരളത്തില് നമ്മുടെ രാധാകൃഷ്ണൻ, അതായത് മന്ത്രിയായിട്ടുള്ള രാധാകൃഷ്ണന് പയ്യന്നൂർ ക്ഷേത്രത്തിൽ വെച്ചൊരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴത്തേക്കൊന്നും ഞാൻ പൂജാരി പുള്ളിക്ക് നിലവിളക്ക് കയ്യിൽ കൊടുത്തില്ല. മന്ത്രിയൊക്കെ മന്ത്രി, പക്ഷേ യു ആർ ബിലോ, ഞങ്ങളെക്കാളും താഴെയാണ്, അതുകൊണ്ട് കൈ തൊട്ടാൽ അശുദ്ധമാകും. സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇന്ത്യയിൽ ചാട്ടവാറടി ശിക്ഷയൊക്കെ വേണമെന്ന് പറഞ്ഞു. അല്ല സാർ, ഒരു കോൺഗ്രസ് അധ്യക്ഷന്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ താങ്കളൊന്ന് ആലോചിച്ച് നോക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മാത്രോ 50, 53, 60 കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മക്കളടക്കം MLA-മാർ, MP-മാർ, അതുപോലെ എത്ര ജീവിതത്തിൽ ഉയർന്ന ഒരാൾ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, രാജ്യസഭയുടെ ഈ പറയുന്ന പോലെ പാർലമെന്ററി പാർട്ടി നേതാവ്, കോൺഗ്രസിന്റെ ഇത്തരത്തിൽ വലിയ ഉയർന്ന പൊസിഷൻ നിൽക്കുന്ന ഒരാൾക്ക് ഇതാണ് അനുഭവിക്കേണ്ടി വന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ താഴ്ന്ന സാധാരണക്കാരായ കുട്ടികൾക്കൊക്കെ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? മനസ്സിലായ? പൊതുപൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചതിന് അടിച്ചു കൊന്നിട്ടുണ്ട് ആളുകളാ, കുട്ടികളാ. അല്ല, ഇത് മാത്രോ? ഇനി ഇത് എത്ര ദുരഭിമാനക്കൊല, എത്ര ദുരഭിമാനക്കൊല. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് നിങ്ങൾ പറയേണ്ടത്, ഇനി ഇത് പോട്ടെ, ശരിക്കും പറഞ്ഞാൽ അയോധ്യ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോഴും അതുപോലെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തപ്പോഴും മറ്റേ ഇവരെ വിളിച്ചില്ല. ആരാ? നമ്മുടെ മറ്റേ ദ്രൗപദി മുർമുവിനെയും അതുപോലെ തന്നെ രാംനാഥ് കോവിന്ദിനെ ഒന്നും വിളിച്ചില്ല. എന്താ കാര്യം? അപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജാതിയുണ്ട്. ഈ കേരളത്തിലുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഴവരും അതുപോലെ തന്നെ മറ്റു വിഭാഗക്കാരും അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഈഴവന് പറ്റേ താഴെ ഇരിക്കുന്നവനോട് പുച്ഛാണ്. മനസ്സിലായി? അതേപോലെ മുകളിലിരിക്കുന്നവരോട് എന്താണ്? ഞാൻ പറഞ്ഞ എല്ലാവരെ കുറിച്ചും അല്ല, അങ്ങനെയുള്ളൊരു മനോഭാവം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്. നമ്മൾ പറയും നമ്മൾ വളരെ നല്ല മനുഷ്യയാണ്, ഒരാളുടെ ക്യാരക്ടർ നോക്കിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതൊക്കെ പറയും. തെറ്റാണല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജാതിയും മതവും ഒക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രൂഢമൂലമായി കഴിഞ്ഞ കാര്യമാണ്. സാർ, അതിന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം പറയട്ടെ. ഈ ഒരു ജാതിനെ കുറിച്ചിട്ട് നമ്മളൊരു കണ്ടന്റ് എടുത്തിട്ട് നമ്മളൊരു പോസ്റ്റ് ഇടുക, അതിന്റെ താഴെ വന്നോളും ആരെന്തൊക്കെയെന്നുള്ളത് നമുക്ക് ആ കമന്റ് സെക്ഷൻ അങ്ങോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ പ്രബുദ്ധ കേരളത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരും. ഇനി വേറൊരു കാര്യം, നമുക്ക് കളറും ഉണ്ട്. അപ്പൊ വളരെ സുന്ദരനായ, വളരെ വെളുത്ത, ഞാൻ പറഞ്ഞ സുന്ദരൻ എന്ന് പറഞ്ഞാൽ സോക്കോൾഡ്, നമ്മുടെ സൗന്ദര്യത്തിന് സങ്കല്പം അനുസരിച്ചിട്ടാണ് വെളുത്തിരിക്കണമല്ല, വെളുത്ത സുന്ദരനായിട്ടുള്ള ഒരാള് ഒരു വളരെ വളരെ ഞാൻ പറയണ ഒരു നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടാൽ നമുക്ക് അയ്യെന്ന് തോന്നും. മനസ്സിലായി? പക്ഷെ നമ്മൾ പറയാൻ പോണെന്താ, നമുക്ക് കളറില്ലെന്ന് പറയും. നമുക്ക് അത് ജാതിയുണ്ട്, കളറും ഉണ്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പുള്ളിയുണ്ട്. ആ പുള്ളി പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് ഇതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി പുള്ളി പോയിട്ട് കടുപ്പം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദളിത് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ പുള്ളി ദളിത് എന്ന് പോലും അല്ലട്ടോ പറഞ്ഞത്. പുള്ളി പറയുന്നത് വേറൊരു വാക്കാണ്. ആ വാക്ക് ഞാനിവിടെ പറയുന്നില്ല. പുള്ളി പറയണത് എൻ്റെ അച്ഛനോട് പുള്ളി പറയണേണ്.
നമ്മുടെ വീട്ടിൽ പണിക്കൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ജാതി പേരെ പറയണം. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. ഉം. ആ പുള്ളിയാണല്ലോ. പക്ഷെ നമുക്ക് ജാതിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അയാളെ പോയി കണ്ടെന്ന്. ഉം. അതായത് ഒരാളും മരിച്ചു, ഇയാളുടെ വീട്ടിൽ ജോലിക്ക് നിന്നവൻ. പക്ഷെ അയാളെ പോയി ഞാൻ കണ്ടു. എന്റെ ഔദാര്യമാണ്. കാരണം അവൻ നമ്മളെക്കാൾ താഴ്ന്ന ജാതിയിലാണ്. പക്ഷെ എന്തില്ലല്ലോ എന്ന്. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു, തനിക്കാണ് ഒട്ടും ജാതി ഇല്ലാണ്ട് കേട്ടോ. ജാതി എന്ന് പറഞ്ഞ ചിന്തയെ തനിക്ക് എന്തില്ല. അതായത് പുള്ളിക്കൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പുള്ളി പറയുന്നതിലെ കുഴപ്പം പോലും എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായ. മറ്റേ സ്ത്രീകൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു ഫാമിലിയാന്ന് പറയുന്നില്ല, അതുപോലെ തന്നെ. മനസ്സിലായി. എന്തൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യയില് ഈ 2026 ഇത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അതെ. ഞാനിപ്പോ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ മൊത്തം എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാവൂല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠനം നിർത്തി പോകുന്നവരുടെ എണ്ണം എടുത്തു വെച്ചാൽ അഖില നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഇപ്പൊ IIT പോലെ, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പോലെ, മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു 4-5 കൊല്ലം പഠിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എൻട്രൻസ് എഴുതിയെടുത്ത് പരീക്ഷക്ക് പഠിച്ചിക്കാൻ വേണ്ടി കോളേജിൽ കയറുന്നവന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ആരുകൊണ്ട്? അവിടെയുള്ള അധ്യാപകരും ഈ കുറെ വിദ്യാർത്ഥികളൊക്കെ കൂടി എഴുതി വെച്ചേക്കുന്ന ഒരു എക്കോ സിസ്റ്റത്തിനകത്ത് നീ ഇവിടെ റിസർവേഷൻ മേടിച്ച് വന്നവനല്ലേ, നീ ഈ പറയുന്ന പോലെ വെറുതെ ഇത് ചെയ്യാൻ വന്നവനല്ലേ, നീ ഒന്നും പഠിക്കേണ്ടവനല്ല എന്ന് പറയുന്ന ചിന്തയുണ്ട്. എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് അറിയൂ ഇതിന്റെ പുറത്ത്. ഇപ്പൊ ജനഗണമന എന്ന് പറഞ്ഞൊരു സിനിമയെ കാണിക്കുന്നുണ്ട്. അതായത് ഒരു പെൺകുട്ടിയോട് നീ ഒന്നും എന്ത് ചെയ്യേണ്ടതല്ല, പഠിക്കേണ്ടതല്ല, ഞാൻ ഒരിക്കലും നിന്നെ പാസ്സാക്കൂല എന്നൊരു PhD സ്കോളറോട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അധ്യാപകൻ പറയുന്നുണ്ട്. അത് ഇന്ത്യ രാജ്യത്തുണ്ട്. ഇന്ത്യ രാജ്യത്ത് 90 സെക്രട്ടറിമാരിൽ പണ്ട് മറ്റേ നമ്മുടെ നിർമ്മല സീതാരാമൻ ഹൽവ ഉണ്ടാക്കിയ ഫോട്ടോ കാണിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു, ഇന്ത്യയിലെ 90 സെക്രട്ടറിമാരിൽ ശരിക്കും പറഞ്ഞ 7 പേര് മാത്രമേ മറ്റ് ജാതികളിൽ നിന്നുള്ള ആളുകളുള്ളൂ. അതായത് ബാക്കി 83 പേരും സവർണരായിട്ടുള്ള ജാതികളിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫണ്ടിന്റെ 93% ചെലവഴിക്കുന്നതിന്റെ തീരുമാനമെടുക്കുന്നത് അവരാണ്. ഇന്ത്യയുടെ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്ര പേരുണ്ട് ദളിതായിട്ടുള്ള ആളുകൾ? എത്ര പേരുണ്ട്? ആങ്കേഴ്സ്. കഥയൊക്കെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുറെ പേര് പറഞ്ഞു എന്തിനാണ് ഈ റിസർവേഷൻ കൊടുക്കണം, 80 കൊല്ലമില്ല നമ്മൾ നിർത്തണ്ടേന്ന്. 80 കൊല്ലമായിട്ടും ഈ റിസർവേഷൻ പ്രോപ്പർലി പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ശരിക്കും പറഞ്ഞാൽ BJP അടപടലം തകരാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മറ്റ് പിന്നോക്ക മതവിഭാഗങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ബോധം വെച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സിലായിട്ട് ഇത് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കൂടാതെ ഇതുപോലെ മനുഷ്യനെ മനുഷ്യനായി കാണാതെ മറ്റേ ചാണക വെള്ളം തെളിച്ചും ഗോമൂത്രം തെളിച്ചും ശുദ്ധീകരിക്കുന്നവന ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കണം എന്നുള്ളത് ഈ നാട്ടിലെ പുതിയ മറ്റേ ജൻസികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മനസ്സിലായ. ഈ ഒരു BJP MP ചോദിച്ചത് അഭിജിദ്ക്ക് ഇങ്ങനെ അവിടെ എത്തിയെന്നാണ് അമേരിക്ക. അഭിജിദ്ക്ക് എന്താണ് ഇതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കുറെ കാലമൊന്നും ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂല, കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് ഈ നിങ്ങളെ തന്നെ ഈ ശ്രീരാമസേനയും ഹനുമാൻ സേനയൊക്കെ നിങ്ങളുടെ പരിപാടി തീർക്കും. പിന്നെ ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കണ മറ്റേ JP നഡ്ഡയൊക്കെ പറയണത് ഇത് ശരിയല്ല, പക്ഷെ ഞങ്ങള് ബന്ധിക്കുന്നില്ല എന്നാണ്. ഇതിൽ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഇത് ബാധിക്കില്ല. കാരണം വെച്ചാൽ ഇതുപോലെ ഓരോരോ സേന ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യാലോ. പിന്നെ ഈ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ ഇവർക്ക് അല്ലെങ്കിലും പ്രശ്നമുണ്ട് കേട്ടോ. അതെന്താണെന്ന് കൂടി പറയാം. പറഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെയുടെ മകനാണ് പ്രിയങ്ക ഖാർഗെ. പ്രിയങ്ക ഖാർഗെ ശരിക്കും പറഞ്ഞാൽ കർണാടകത്തില് സംഘപരിവാറിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടക ഗവൺമെന്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ നിയമം വന്നിട്ടുണ്ട്. അതായത് പൊതുസ്ഥലങ്ങളും കളിസ്ഥലങ്ങളും ഗവൺമെന്റ് സ്ഥലങ്ങളും ഒക്കെ എന്തെങ്കിലും പരിപാടിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഞങ്ങളോട് മേടിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ RSSനടക്കം റൂട്ട് മാർച്ചും ബാക്കിയുള്ള മാർച്ചും ഒക്കെ നടത്തുന്നത് നിർത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഖാർഗെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്താ രജിസ്ട്രേഷൻ എടുക്കാത്തത്, രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറഞ്ഞ RSSനോട്. ഒരു സംഘടന ഒരു രജിസ്ട്രേഷനിലും ഒന്നുമില്ല, കുറെ ആൾക്കൂട്ടമൊന്നും പറഞ്ഞ് എന്ത് ചെയ്യണ. പിന്നെ ഇതൊന്നും ഇനിയുള്ള കാലത്ത് ഇവിടെ എന്ത് ചെയ്യൂല, വേഗമൊന്നും വിചാരിക്കരുത്. കാരണം എന്ന് വെച്ചാൽ എല്ലാ കാലവും ജനത്തിന് കുറെ കൂടി ബോധം വെച്ചു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുക്കളാണ്, ഒരുമിച്ച് വരൂ, വന്നിട്ട് എന്ത് ചെയ്യുക, അപ്പുറത്തെ മതക്കാരോ മറ്റേ വിദ്വേഷ പ്രചരണം നടത്തി ഒന്നിപ്പിക്കാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ ഇവർക്ക് തെറ്റുപറ്റി. ഇതിന് തെറ്റുമുമ്പ് ഇവർ ഇതേപോലത്തെ ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ വേറെ ചില ശിങ്കിടികളെ കൊണ്ടിട്ട് നേരെ ഈ പറയുന്ന സംവരണ വിരുദ്ധ റിസർവേഷൻ ഹഡാവോ മറ്റേ
ഒരു പരിപാടി മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങി 50-60 ലക്ഷം പേരായിരുന്നു. മനസ്സിലായി. അത് തന്നെ ലാസ്റ്റ് തിരിച്ചടിയാവുന്ന കണ്ടപ്പോഴത്തേക്കും മറ്റേ സർസംഘചാലക് മോഹൻ ഭഗത് തന്നെ പറഞ്ഞു അതൊക്കെ മോശമാണ്, സംവരണമൊക്കെ ഇവിടെ എന്ത് ചെയ്യണം വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ അടുത്തതാണ് ഇത് എന്ത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ഒക്കെ നല്ല ജനവിധിയായിരിക്കും അടുത്തത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വലിയ തലവേദനയാണ് ഇത് സൃഷ്ടിച്ചത്, നിസ്സാര കാര്യമല്ല. മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞേക്കണത് മറ്റ് ജാതി വിഭാഗങ്ങളെയോ BJPയോ ഒന്നും ഞാൻ കുറ്റപ്പെടുത്താനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ തട്ടുന്ന വികാരപരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയേക്കണത്. അത് ഈ ദളിത് OBC വിഭാഗങ്ങളിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് ഈ വരുന്ന ഉത്തരാഖണ്ഡിലെയും ഉത്തർപ്രദേശിലെയും അതെ. തെരഞ്ഞെടുപ്പിൽ കാണാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.